റബ്ബേ. ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗാണ്. പിന്നെ നമ്മളെ കുട്ടി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്കൂളൊക്കെ ഓപ്പൺ ആകാനായതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടു നോക്കി. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളി. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മൾ നല്ല മഴയാണ് കേട്ടോ പുറത്ത്. കുട്ടികളൊക്കെ മഴയത്ത് നനഞ്ഞ് അങ്ങനെ തണുത്ത് ഇരിക്കുമ്പോൾക്ക് ഞാൻ എന്തെങ്കിലും ഒരു സ്നാക്സ് റെഡിയാക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മളടുത്ത് നേന്ത്രപ്പഴം ഉണ്ടായിട്ടുണ്ടായിന്. അത് ഞാൻ അതുപോലെ ചെറുതായി കുട്ടി പീസാക്കിയിട്ട് കട്ട് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നല്ല ക്രിസ്പി സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പഴംപൊരിൻ്റെ റെസിപ്പി നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഴംപൊരിയും ചായയൊക്കെ നല്ല മഴയത്ത് കട്ടൻ ചായയും ഇതുപോലെ പഴംപൊരിയോ ഒക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അതേപോലെ നമുക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനിതുപോലെ എന്നൊന്നും എണ്ണക്കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതുപോലെ നല്ല കുറച്ചധികം നമ്മൾ റെഡിയാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. കണ്ടു നോക്കി. പൗച്ചുണ്ടല്ലോ അവിടെ തന്നെ അവരുടെ വേസ്റ്റ് ആക്കണം. അവിടെ അങ്ങനെ നമ്മൾ ചായ കൂടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ സ്കൂളൊക്കെ തുറക്കുമ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാൻ എഴുതിയിട്ട് നോട്ട്, അതേപോലെ ബാഗ്, സ്നാക്സ് ബോക്സ്, വാട്ടർ ബോട്ടിൽ ഒക്കെ നമ്മൾ വാങ്ങാൻ എഴുതി പോന്നിട്ടുണ്ട്. അതൊക്കെ വാങ്ങി എന്തായാലും അത്യാവശ്യമില്ല മാത്രമേ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. 3,500 അവിടെ കൊടുത്ത് പോന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 1-2 ഐറ്റംസൊക്കെ നമുക്ക് വാങ്ങാനും ഉണ്ട്. കുട്ടികളെ മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഈദൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ അതൊക്കെ 1-2 കടയിലൊക്കെ നമുക്ക് കയറി ഇറങ്ങി ഒന്ന് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതവിടെ കൊടുത്ത് പോന്നിക്കണ്. ബാക്കിയുള്ള സാധനങ്ങൾ ഞങ്ങൾ കൊണ്ടുപോകുന്നു ചെയ്തിട്ടോ. അപ്പോൾ റൈസുവിൻ്റെ മുടി കട്ട് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഞങ്ങൾ 1-2 ഐറ്റംസൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഒന്ന് അങ്ങാടിക്ക് ഇറങ്ങിയല്ലേ, നമ്മളെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ഷോപ്പിങ്ങൊക്കെ തീർന്നപ്പോൾ എന്തായാലും കുക്കുന് ഷവർമ റോൾ വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടോ. കുക്കുന് മാത്രമല്ല ഞങ്ങൾക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഫലൂദയും ഷവർമയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പുറത്തേക്ക് പോരുമ്പോഴല്ലേ എഴുതി കുട്ടികൾക്ക് വാങ്ങി കൊടുത്തതാണ് കേട്ടോ. പ്ലേറ്റൊക്കെ കാലിയാക്കി ഞങ്ങൾ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ 6:45 ആയപ്പോൾ നിസ്കാര ടൈം ആയപ്പോൾ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ അത് ടേബിളിൽ നിരത്തി വെച്ചേക്കല്ലേ. അപ്പോൾ ഞാനിതൊന്ന് റെഡി ആക്കാനായിട്ട് ഒരു സമാധാനമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ പൊതിയിട്ട് പേരൊക്കെ എഴുതി സ്റ്റാപ്ലർ വെച്ചിട്ട് പിന്നടിച്ച് ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൊതി ഒരു 2-3 ആഴ്ചയൊക്കെ നോട്ടിലൊക്കെ കാണും. പിന്നെ പൊതിയൊക്കെ ആകെ കേടാക്കും കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇതേപോലത്തെ പൊതിയാണ് ഞാൻ വാങ്ങാറുള്ളത് കേട്ടോ, പൊതിഞ്ഞിടാൻ വേണ്ടിയിട്ട്. എന്തായാലും നമ്മൾ
വാങ്ങിയ ഐറ്റംസുകളൊക്കെയാണ് കേട്ടത്. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തോളിട്ടോ. ഇനി നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.